പൂർവ്വജന്മത്തിൽ അതിലവശേഷിച്ച അല്പമായ സുഹൃതം എന്തുകൊണ്ടാണ് ഈ മഹാപുരുഷനെ എനിക്ക് പരിചയപ്പെടാനിടയായത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വളരെ വെറും മുഖസ്തുതിയായ കരുതല്, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ഇതിനേക്കാൾ വലിയ ശ്രാദ്ധമില്ല, ഒരു തിരോധകമില്ല, ഒരു പുണ്യകർമ്മമില്ല. ലഭ്യമായ അദ്ദേഹത്തിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു ഇനിയും വേറെയൊക്കെ കാണുന്നതാണ്. ഏതായാലും കിട്ടിയതെല്ലാം ഒന്നിച്ച് സമാഹരിച്ച് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒന്നാം തരം പഠനവും ചേർത്ത് ഇത്രയും ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചതിന് അവരെ അഭിനന്ദിക്കുന്നു പറഞ്ഞ വാക്ക് പോരാ. ഇന്ന് ഭാഷയുടെ അപൂർണം എന്ന് ആശാൻ പറഞ്ഞ പോലെ ഭാഷ അപൂർണമാണ്. അതിനേക്കാളും വല്ല വാക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അഭിമാനം പറയാൻ. ഇതിനേക്കാളും ശ്രേയസ്കരമായ ഒരു കർമ്മം അവർ നിർവഹിക്കാനില്ല. ഇതൊരു പുസ്തക രൂപത്തിലായി. ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിട്ടുപോയെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ഒരു സ്മരണയെ ശാശ്വതീകരിക്കാൻ ഇതൊരു സ്മാരകമായിട്ട് ഇത് ധാരാളം വരും. ഇത് ഇത്രയും ബുദ്ധിമുട്ടി ക്ലേശിച്ച് ഇങ്ങനൊരു ഗ്രന്ഥം രചിച്ചതിന് അവരെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഭഗവാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹവും അച്ഛൻ്റെ മഹാവിദ്വാനായിരുന്ന ആ പുണ്യശ്ലോകന്റെ അനുഗ്രഹം അവർക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശ്രീ സി പി നായർ സാർ, അങ്ങയുടെ വാക്കുകളെ നമസ്കരിക്കുന്നു. അടുത്തത് ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരി. കേരള കലാമണ്ഡലത്തിലെ ആർട്ട് ഗാലറി ചെല്ലുമ്പോൾ ഒരു അമ്പലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരുപാട് കഥകളി കലാകാരന്മാരുടെ, മഹാന്മാരായ നടന്മാരുടെ ചിത്രങ്ങൾ അവിടെയുണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് അഭിമാനം പകർന്ന ഒന്നായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പുതുമന ദാമോദരൻ നമ്പൂതിരി വൈദിക മുദ്രകളുടെ ചില ചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിലേക്ക് പകർത്തുന്നതിന്, അതുപോലെ 1972 നടന്ന വൈദിക മുദ്രകളെക്കുറിച്ചുള്ള കലാമണ്ഡലം നടന്ന സെമിനാറിനെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ ഈ പുസ്തകത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും ചെയ്ത ആളാണ് കേരള കലാമണ്ഡലത്തിൻ്റെ മുൻ പ്രിൻസിപ്പലും കഥകളിയുടെ രംഗപാഠ ചരിത്രം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമൊക്കെയായ ശ്രീ MPS നമ്പൂതിരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഒരിക്കലും ഇന്നിവിടെ സ്മരിക്കപ്പെടുന്ന ഈ സ്മര്യപുരുഷനുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാനോ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയുമില്ല. പക്ഷെ ഒരു സംഭവം അതായിരിക്കാം എന്നെ ഇവിടെ എത്തിച്ചത്. ഏതാണ്ട് 10-35 കൊല്ലം മുമ്പ് കേരള കലാമണ്ഡലത്തിൽ തന്ത്രമുദ്രകളെക്കുറിച്ചും വൈദിക മുദ്രകളെക്കുറിച്ചും ഒരു സെമിനാറുണ്ടായി. VT ഇന്ദുചൂടൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ അന്ന് നടന്ന ആ സെമിനാറിൽ പുതുമന ദാമോദരൻ നമ്പൂതിരി, കൂടാതെ ഭദ്രകാളി മറ്റപ്പള്ളി, പുല്ലാംവഴി നമ്പൂരി, ഇങ്ങനെ ഏതാനും തന്ത്രിമുഖ്യന്മാരും കൂടിയും പങ്കെടുത്ത ഒരു വേദിയായിരുന്നു. ഈ മുദ്രകളെക്കുറിച്ചുള്ള ഒരു സോദാഹരണ പ്രഭാഷണത്തിനിടയ്ക്ക് അവിടുത്തെ വിഷയം പ്രധാനം കഥകളിയും കൂടിയാട്ടവും മോഹിനിയാട്ടവും എല്ലാം ആവുകൊണ്ട് നമ്മളുടെ ഭാഷ ഒരു മുദ്രാഭാഷയിലുള്ള വ്യവഹാര തലവുമുണ്ട്. അദ്ദേഹം ഒരു മുദ്ര കാണിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അദ്ദേഹം കാണിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട് ശിവൻ എന്ന് പറഞ്ഞു. അപ്പോൾ കഥകളിയിൽ അങ്ങനെയല്ല കാണിക്കാറും, കഥകളിയിലുമല്ല, ഇനി ഭരതനാട്യത്തിലോ ഇതിലൊന്നും അങ്ങനെ തരത്തില്ല ശിവൻ. അപ്പം ഞാനത് എഴുതിയിട്ട് ചോദിച്ചു അദ്ദേഹത്തിനോട്, ഇങ്ങനെ കഥകളിയിൽ ഇങ്ങനെയാണല്ലോ, എങ്ങനെ ഒരു മുദ്ര ശിവൻ എന്നുള്ളത്. പക്ഷെ അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരു തക്കതമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വിവരണങ്ങൾ അന്ന് വളരെ വ്യക്തമായിട്ട് ഏതാണ്ട് 1063 മുദ്രകൾ, തന്ത്രമുദ്രകൾ അവിടെ രേഖപ്പെടുത്തുകയും അതിൻ്റെ എല്ലാം ഫോട്ടോ അവിടെ സമാഹരിക്കുകയും ചെയ്തു. ഒരു പക്ഷേ വളരെ യാദൃച്ഛികമാവാം, ഏതാണ്ട് 10-35 കൊല്ലത്തിന് ശേഷം വീണ്ടും
ഇത്തരമൊരു സദസ്സിൽ അല്ലെങ്കിൽ ഇത്തരമൊരു അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിന് അന്ന് വളരെ കരുതലോടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മുദ്രകൾ തിരഞ്ഞെടുത്ത് അതിവിടെ ഇതിൽ ചേർക്കാൻ ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമാണ് എൻ്റെ ഈ യോഗ്യത. അതല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിവില്ല. ഒരു കാര്യം മാത്രം എനിക്ക് താല്പര്യം തോന്നി. ഈ മുദ്രാഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഗവേഷണ തലത്തിൽ അതിനെ നേരിടുകയാണെങ്കിൽ ഈ വൈദിക മുദ്രകളിൽ നിന്ന് ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൈകാണിക്കുന്ന സാമവേദത്തിൽ നിന്ന് അക്ഷരതലത്തിലേക്കും അവിടെ നിന്ന് വാക്കിൻ്റെ തലത്തിലേക്കും കലാരംഗത്ത് കലാവിഷയങ്ങളിൽ അങ്ങനെ ഈ മുദ്രകളുടെ ഒരു വളർച്ചയെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു വളർച്ചയെക്കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ ഈ ഇദ്ദേഹത്തിൻ്റെ താന്ത്രിക മുദ്രകളൊക്കെ വളരെയധികം ഉപകാരപ്രദമാവും. കലാമണ്ഡലം ഇന്നൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ അവിടെ വരുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്കും അങ്ങനെ തൽപരരായിട്ടുള്ളവർക്കും ഈ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇത്തരം ചില അപൂർവ ശേഖരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ഒരു പക്ഷേ ആരും ഇത് ദീർഘദൃഷ്ടി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതൊരു നിമിത്തം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരി. അടുത്തത് പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ ശിഷ്യന്മാരിൽ ഒന്നാമനും ഇന്നത്തെ നമ്മുടെ തന്ത്രിമുഖ്യന്മാരിൽ പ്രധാനിയുമായ ശ്രീ മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട് നമ്മോട് സംസാരിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യം ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഭിവന്ദരായ ശിഷ്ടാതിഥികൾക്കും സഹോദരായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുപോലൊരു സുമുഹൂർത്തം ഇതിന് മുൻപുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പിതൃതുല്യനായ ഗുരുനാഥൻ പലപ്പോഴായി രചിക്കപ്പെട്ട മനോഹര കൃതികളുടെ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് കുറേ കാലം മുൻപായിരുന്നു, എങ്കിലും അതിൻ്റേതായ പരിശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു എന്നാണ് ധരിച്ചത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തന്നെ അതിവിടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവനിയോഗം തന്നെയായിട്ടാണ് വിചാരിക്കേണ്ടത്. വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈ മഹത്തായ പിതൃയജ്ഞം എന്നതിന് പറയട്ടെ, മനുഷ്യരായാൽ പഞ്ചയജ്ഞങ്ങൾക്ക് വിധേയരാണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പിതൃയജ്ഞം. അതുപോലെ വിശിഷ്ടമായ ഒരു പിതൃയജ്ഞമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ യജ്ഞം, സാധാരണ യജ്ഞങ്ങൾ അത് ആചരിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഈ പിതൃയജ്ഞമാകട്ടെ എത്രയോ തലമുറ, എത്രയോ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു വലിയ വിശിഷ്ടമായ ഒരു മഹായജ്ഞം തന്നെയാണ്. ഇത് സാധിച്ചത്